What is this darkness? ഒന്ന് സങ്കൽപ്പിക്കുക, നിങ്ങൾ നിങ്ങളുടെ മരണശയ്യയിലാണ്. കണ്ണിന് മുന്നിലെ കാഴ്ചകൾ മങ്ങിത്തുടങ്ങുന്നു. പെട്ടെന്ന് ആ മുറിയിൽ മറ്റാരുടെയോ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. അത് ഒരു മനുഷ്യ സാന്നിധ്യമല്ല, ഈ ലോകത്ത് നിന്നും ഉള്ളതുമല്ല. അത് മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാമാണ്. മരണത്തിന്റെ മാലാഖയാണ്. നമ്മളെല്ലാവരും ഭയപ്പെടുന്ന, എന്നാൽ ആർക്കും ഒഴിവാക്കാനാകാത്ത ആ അതിഥി വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ചിലർക്ക് അദ്ദേഹം പൂനിലാവ് പോലെ സുന്ദരനാണ്, മറ്റു ചിലർക്ക് പേടിപ്പെടുത്തുന്ന കൊടുങ്കാറ്റുമാണ്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം അനുഭവപ്പെടുന്നത്? ആരാണ് മലക്കുൽ മൗത്ത് അസ്രായീൽ? ഇസ്ലാമിക പ്രമാണങ്ങളിൽ അസ്രായീൽ എന്നും അറിയപ്പെടുന്ന, വിളിക്കപ്പെടുന്ന മലക്കുൽ മൗത്ത് വെറുമൊരു ജീവനെടുക്കലുകാരനല്ല. അള്ളാഹുവിന്റെ കൽപ്പന ശിരസാവഹിക്കുന്ന വിശ്വസ്തനായൊരു ദാസനാണ് അദ്ദേഹം. ഹദീസുകൾ പ്രകാരം അദ്ദേഹത്തിന് ലോകം മുഴുവൻ ഒരു പാത്രത്തിൽ വെച്ച ഭക്ഷണം പോലെയാണ്. എവിടെ നിന്നും എളുപ്പത്തിൽ ആത്മാവിനെ എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹത്തിന് സഹായികളായി ആയിരക്കണക്കിന് മാലാഖമാരെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരിക്കലും ഒരു കഥയല്ല, മറിച്ച് നടക്കാനിരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് അഹ്മദ് എന്ന ഒരു വിശ്വാസിയെ സങ്കല്പിക്കാം. അല്ലാഹു അക്ബർ, സുബ്ഹാന റബ്ബിയൽ അഅല, റബ്ബന ലക്കൽ ഹംദ്. അദ്ദേഹത്തിന്റെ അന്ത്യസമയത്ത് സൂര്യനെ പോലെ തിളങ്ങുന്ന മുഖവുമായി മാലാഖമാർ വരുന്നു. സ്വർഗത്തിലെ പട്ടുതുണിയും സുഗന്ധവുമായി അവർ കാത്തിരിക്കുന്നു. മലക്കുൽ മൗത്ത് അഹ്മദിന്റെ അടുത്തു വന്ന് അവരോട് പറയും, ഹേ നല്ല ആത്മാവേ, അള്ളാഹുവിന്റെ പ്രീതിയിലേക്ക് നീ വരിക. ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകുന്നത് പോലെ വേദനയില്ലാതെ ആ ആത്മാവ് വേർപെട്ടു പോകുന്നു. ആകാശം മുഴുവൻ സുഗന്ധം പരക്കുന്നു. ഇനി നമുക്ക് അഹങ്കാരിയായ ഒരു ഭരണാധികാരിയെ സങ്കല്പിക്കാം. അവന്റെ മരണസമയം ഭയാനകമാണ്. കറുത്തിരുണ്ട മുഖവുമായി, നരകത്തിലെ പരുക്കൻ തുണികളുമായി മാലാഖമാർ അവനിലേക്ക് വരുന്നു. മലക്കുൽ മൗത്ത് ആക്രോശിക്കുന്നുണ്ടാകും, ഹേ ദുഷിച്ചാത്മാവേ, അള്ളാഹുവിന്റെ കോപത്തിലേക്ക് നീ ഇറങ്ങി വരിക. നനഞ്ഞ കമ്പിളിയിൽ നിന്ന് മുണ്ടുവേലി വലിച്ചെടുക്കുന്നത് പോലെ ഞരമ്പുകൾ വലിഞ്ഞു പൊട്ടുന്ന വേദനയോടെയാണ് ആ ജീവൻ എടുക്കപ്പെടുന്നത്. ശവം ചീഞ്ഞ നാറ്റത്തേക്കാൾ മോശമായൊരു ഗന്ധം അവിടെയാകും പരന്നു പിടിച്ചിട്ടുണ്ടാകും. ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഖബറിലെ ജീവിതമാണ്. ബർസഖിലെ ലോകം ആരംഭിക്കുകയാണ്. അവിടെ മുൻകറും നക്കീറും ചോദ്യങ്ങളുമായി നമ്മെ കാത്തിരിക്കുന്നുണ്ടാകും. നിന്റെ റബ്ബ് ആരാണ്? നിന്റെ മതമേതാണ്? നിന്റെ പ്രവാചകൻ ആരാണ്? വിശ്വാസിക്ക് എളുപ്പം ഉത്തരം നൽകാൻ സാധിക്കും. എന്നാൽ നിഷേധി ഭയം കൊണ്ട് വിറക്കുന്നു. അവന്റെ ഖബർ നരകത്തിന്റെ ഒരു കുഴിയായി മാറിയിട്ടുണ്ടാകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അസ്രായീൽ വന്നപ്പോൾ അനുവാദം ചോദിച്ചാണ് മലക്കുൽ മൗത്ത് എത്തിയത്. അള്ളാഹു അങ്ങയെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയായത്. അന്ത്യദിനത്തിൽ കാഹളം മുഴങ്ങുമ്പോൾ എല്ലാവരും മരിക്കും. ജിബ്രീൽ, മീകായിൽ തുടങ്ങിയ എല്ലാ മാലാഖമാരും അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴ്പ്പെടും. അവസാനം അള്ളാഹു ചോദിക്കും, ഇനി ആരാണ് ബാക്കിയുള്ളത്? മലക്കുൽ മൗത്ത് പറയും, നീയും നിന്റെ ഈ ദുർബലനായ ദാസനും മാത്രം. അപ്പോൾ അള്ളാഹു കൽപ്പിക്കും, നീയും മരിക്കുക. കോടിക്കണക്കിന് ജീവനുകൾ എടുത്ത ആ മാലാഖ അസഹനീയമായ വേദനയോടെ മരിച്ചു വീഴും. അന്ന് അല്ലാഹു മാത്രം ഈ ഭൂമി ലോകത്ത് അവശേഷിക്കും. സുഹൃത്തുക്കളെ, മരണം ഒരന്ത്യമല്ല,
അതൊരു മാറ്റമാണ്. ആ നിമിഷം വരുമ്പോൾ മലക്കുൽ മൗത്ത് നമ്മെ നോക്കി പുഞ്ചിരിക്കണോ അതോ കൂപിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇന്ന് നാം ചെയ്യുന്ന നമ്മുടെ സൽപ്രവൃത്തികളാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.